ഉമ്മറളിയ, ഇവിടെ ആരും ഇല്ലേ? ഹേമ കമ്മീഷന്റെ കാര്യം അറിഞ്ഞ? ഒന്ന് പതുക്കെ പറയടാ ദ്രോഹി. ആളുകൾ കേട്ടാ എന്ത് വിചാരിക്കും? ഇതുവരെ എന്റെ പേരാരും പറഞ്ഞിട്ടില്ല. ഇന്ന് വന്നിട്ടുണ്ട് ഒരു ലോഡ് പെണ്ണുങ്ങൾ അളിയന്റെ വികാരക്കഥയുമായി. എന്തായാലും നിന്റെ കാര്യത്തിൽ തീരുമാനമായി. ആരൊക്കെ? പറയാം, ഒരുപാടുണ്ട് ലിസ്റ്റ്. നാശം പിടിച്ച എന്റെ വികാരം വലിച്ചല്ലോ. അളിയന്റെ ഈ ലിസ്റ്റ് ആക്രിക്ക് കൊടുത്താൽ തന്നെ 1,00,000 രൂപ കിട്ടും. വായിച്ചു നോക്കളിയാ. ബസ് സ്റ്റാൻഡ് അമ്മണി മുതല് ജൂനിയർ ആർട്ടിസ്റ്റ് തങ്കമ്മ വരെ നിനക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. ഹോട്ടൽ മുറിയിൽ ഉറങ്ങിക്കിടന്ന് എന്നെ കതക് മുട്ടി ഗുഡ് നൈറ്റ് പറയണമെന്ന വ്യാജേന റൂമിനകത്തേക്ക് കയറി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. നീ എന്നോട് സഹകരിക്കണമെന്ന് നൈസായിട്ട് പറഞ്ഞു. ഇതൊക്കെ ഉള്ളതാണോ അളിയ? ചിലപ്പോൾ ആയിരിക്കും. പിടി, ഞാൻ കാര്യങ്ങൾ പഠിച്ചിട്ട് പറയാം. ഇത്രയും പഠിച്ചത് പോരേടാ. നിന്നെ വീട്ടിൽ കയറ്റാൻ കൊള്ളൂല അളിയ. ഇനി അബദ്ധത്തില് പോലെ എന്റെ വീട്ടിലോട്ട് നീ കയറി വരരുത്. എനിക്ക് ആക്കൂടെ ഒരു ഭാര്യ മാത്രമേ ഉള്ളൂ. ഉറപ്പായിട്ടും വരാം. വന്നാ വെട്ടും ഞാൻ. അപ്പൊ ശരി, കാണാം. കാണാടാ കടിയ. ജയിലിൽ വന്ന് കാണാം. ആരെങ്കിലും കേട്ടോന്തോ? നാശം പിടിച്ച ഹേമ കമ്മീഷൻ ലിസ്റ്റിൽ ആരുടെയൊക്കെ പേരുണ്ടെന്ന് നോക്കാം. സുശീല, വനജ, സൈനവ, മറിയാമ്മ, നളിനാക്ഷി, അമ്മിണി, അശ്വതി, ഭരണി, കാർത്തിക. അമ്മി, നക്ഷത്രങ്ങളെ പോലും ഞാൻ വെറുതെ വിട്ടില്ല.